ഹായ് നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു മീൻ ഫ്രൈയും മീൻ പീര വെച്ചതുമാണ്. കൊഴുവ ഫ്രൈയും അത് പീര വെച്ചതുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ മീൻ വെട്ടി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മീൻ പീരയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചുരണ്ടിയതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ ഞാൻ കാന്താരിമുളകാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. കാന്താരിമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, കുറച്ച് നമ്മുടെ മുളക് പൊടി അതും കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് അതൊന്ന് ചതച്ചെടുക്കാം. പീരയൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടിക്കകത്തിലേക്ക് നമുക്ക് പീരയും ഇട്ട് കൊടുത്ത് മീനും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്തിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് അരപ്പിന് ഇത് എന്നിട്ട് മീൻ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം, മറന്നു പോകരുത്. അപ്പം നമുക്ക് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കുരുമുളക് വേണം, പിന്നെ കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഗരം മസാലപ്പൊടി വേണം. ഇത്രയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മീനിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ് അരയ്ക്കുന്നത്. മീനിനകത്തിലേക്ക് പുരട്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതേപോലുള്ള റെസിപ്പികൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനലിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.